ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ ചലഞ്ചുമായിട്ട് വന്നേക്കാണ്. അതായത് ഒറ്റ ദിവസം 10 അമ്പലം, അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിരുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു 8:30-ക്കകത്ത് നമുക്കൊരു 10 അമ്പലം കവർ ചെയ്യണം. ഞാൻ നമ്മുടെ പ്ലാൻ പറ്റൂ നോക്കട്ടെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി അടുത്ത് തൃപ്രയാർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1-2 അമ്പലം ബാക്കിയപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പറയാം. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ 10 അമ്പലവും നമ്മൾക്ക് കറക്റ്റായിട്ട് ഒറ്റ ദിവസം കവർ ചെയ്ത് വരാം. ഏതൊക്കെ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ വഴിയെ പറയാമേ. അങ്ങനെ കൊടുങ്ങല്ലൂരിന് ശേഷം നമ്മൾ തൃപ്രയാർ എത്തി. ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസം നല്ല ഭയങ്കര തിരക്കാണ്. ഞാനൊരു ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കാനടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രം, തൃശ്ശൂരുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ 3-ാമത്തെ അമ്പലം. ഇതാട്ടോ നമ്മുടെ 3-ാമത്തെ അമ്പലം. അടിപൊളിയാട്ടോ. ഇവിടെ നല്ലൊരു ആനയുണ്ട്, അത് വരുമ്പോൾ കണ്ടുപോകാനാണ്. പെരിങ്ങാട്ടുകുള ദേവസ്ഥാനം. ഈ ദേവസ്ഥാനത്ത് ഒന്ന് ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ആവണിങ്ങാട്ട് കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കായിരുന്നേ. പക്ഷെ ടൈം ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാം. ഇനി നേരെ അടുത്ത അമ്പലത്തിലേക്ക്. അങ്ങനെ ഞങ്ങളുടെ 5-ാമത്തെ അമ്പലം. സാധാരണ ഞങ്ങൾ വരുമ്പോൾ മമ്മിയൂർ കയറിയിട്ടാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. ഈ ഗുരുവായൂർ അമ്പല ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് പഴയിടം രുചിയിലേക്കാണ്. അമ്പല ദർശനവും കഴിഞ്ഞ് ഒരു ഊണും കഴിക്കുമ്പോഴത്തേക്ക് മനസ്സങ്ങ് നിറയും. ഇനി നമ്മൾ ഇവിടേക്ക് ഒന്ന് നടന്നിട്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് തിരുവമ്പാടി ടെമ്പിളിലാണ്. അപ്പോൾ ഗുരുവായൂർ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ തൃശ്ശൂരുള്ള 1-2 അമ്പലമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച്. പക്ഷേ 10 അമ്പലം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തിരുവമ്പാടി അമ്പലത്തിന്റെ ചെറിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ആണ്. ഇത്രയും കാർ പാർക്കിംഗ് സ്പേസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ സമയത്തായതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് നല്ല തിരക്കുണ്ടാവും. പക്ഷേ കാർ പാർക്കിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അമ്പലം കാണാൻ പറ്റും. ഈ ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് അമ്പലമാണെന്ന്. അതെ ഗൈസ്, നിങ്ങൾ ഊഹിച്ച പോലെ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് അമ്പലം, പാറമേക്കാൾ. 10 അമ്പലത്തിൽ പോകണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി 10 അമ്പലത്തിൽ നമുക്ക് പോകാൻ പറ്റും. കാര്യം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. ഇതുകൊണ്ട് അമ്പലം നമുക്ക് മിസ്സായി. മമ്മിയൂരൊക്കെ നമുക്ക് മിസ്സായി. കാര്യം വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂരിന് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് മമ്മിയൂർ മിസ്സായി. ടാസ്ക് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടാസ്ക് അല്ല, ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 10 അമ്പലം 10 ദിവസം പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ കറക്റ്റ് നമുക്ക് 10 അമ്പലം ചെയ്യാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഏകദേശം 6:45 ആയിരുന്നു. 6 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10 അമ്പലം കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പ് നമുക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറ്റുമായിരുന്നു വേണം വിചാരിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമുക്കൊരു ടെൻഷൻ ഉണ്ടായി. അതായത് ഗുരുവായൂർ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തൊഴിലിറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു 10 അമ്പലം മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്നത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് നേരെ താപ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും, ഈ പാറമക്കാവിൽ എത്താൻ പറ്റും. പക്ഷെ എന്താ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യൽ അത്ര എളുപ്പമല്ല. ഒരുപാട് വണ്ടി വരുന്നത് നമുക്ക് അത്ര ഈസിയായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അടിക്കൂടെ ഒരു എന്താ പറയുക, ഒരു സബ്വേ പോലെ ഉണ്ട്. നമ്മൾ അല്ലെങ്കിൽ അതുവഴി വരണം. പക്ഷെ നമ്മൾ നേരെ ഇങ്ങ് കാർ എടുത്തിട്ട് വന്നു. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടായതുകൊണ്ട് നേരെ കാർ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് തിരിച്ചു വിടുന്ന നേരെ എറണാകുളത്ത് പോകാൻ.
അതാ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഏകദേശം 8 അമ്പലത്തിൽ പോയിട്ട് 8 അമ്പലത്തിൽ പോകുന്ന ചലഞ്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. മതിയോ, ഞങ്ങൾ നല്ലപോലെ ടയർഡായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര? It was so good. I enjoyed it a lot. ആ I have no words. It was also pretty awesome. Like the although Ambalam, everyone is insanely good. ഫുൾ അടിപൊളി സാധനമാണ് ഞങ്ങള്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. Bye.